ഒരു പരിധിവരെ കീഹോൾ സർജറി ചെയ്യുന്ന എല്ലാ സർജറികളും റോബോട്ടിക് സർജറി ചെയ്യാൻ പറ്റും. ഓർ റാദർ അതിനേക്കാളും നമുക്ക് കൂടുതൽ ആപ്ലിക്കേഷൻസ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഓപ്പൺ സർജറിയെക്കാളും കീഹോൾ സർജറിയും അതിലുപരി റോബോട്ടിക് സർജറിയിലേക്ക് നമ്മൾ വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ചെയ്യുന്ന സർജറിയുടെ പ്രിസിഷൻ കൂടുന്നു. എക്സ്പെൻസ് കൂടുതലാണോ ബാക്കിയുള്ള സർജറീസിനെ നോക്കുമ്പോൾ? തീർച്ചയായിട്ടും റോബോട്ടിക് സർജറിക്ക് എക്സ്പെൻസ് കൂടുതൽ തന്നെയാണ്. ലോകം മുഴുവൻ റോബോട്ട് കീഴടക്കും എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. എന്നാലും റോബോട്ടിക് സർജറികൾ ഇപ്പോൾ എല്ലാ ഹോസ്പിറ്റലിലും ഉണ്ട്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ നമ്മളോടൊപ്പം മോഹൻ സ്കിൻ ആൻഡ് ഗാസ്ട്രോ കെയറിലെ ഡോക്ടർ അനുഷ് മോഹൻ നമ്മളോടൊപ്പം ഉണ്ട്. ഗാസ്ട്രോളജിസ്റ്റ് ആണ്. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. ഡോക്ടർ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ റോബോട്ടിക് സർജറി അതിൻ്റെ സാധ്യതകൾ ഇപ്പോൾ കീഹോൾ സർജറി ഉണ്ട്, അതുപോലെ തന്നെ ഓപ്പൺ സർജറി ഉണ്ട്, പല പല സർജറീസ് ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് റോബോട്ടിക് സർജറി എന്ന് പറയുന്ന ഒരു ടേമും കൂടി വന്നിട്ടുണ്ട്. എന്താണ് നല്ലത്? ഏത് സർജറി ചെയ്യുന്നതായിരിക്കും നല്ലത്? ഓപ്പൺ സർജറി ഉണ്ട്, കീഹോൾ സർജറി ഉണ്ട്, റോബോട്ടിക് സർജറി ഉണ്ട്. കീഹോൾ സർജറി അഥവാ ലാപ്രോസ്കോപ്പിക് സർജറി രണ്ടും ഒന്ന് തന്നെ. ഏത് സർജറി ചെയ്താലും അകത്ത് ചെയ്യുന്ന കാര്യം സെയിം തന്നെയാണ്. അപ്പൊ അതില് വ്യത്യാസമില്ല. അതായത് നമ്മൾ ഒരു പേഷ്യന്റിന് എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, അതിപ്പം കരളിന്റെ ഒരു മുഴ ആയിക്കോട്ടെ, പിത്തസഞ്ചിയിലെ കല്ലിന് പിത്തസഞ്ചി നീക്കം ചെയ്യുന്ന ആയിക്കോട്ടെ, ആമാശയത്തിലെ ഒരു ക്യാൻസർ ആയിക്കോട്ടെ, അപ്പൻഡിക്സ് പ്രോബ്ലം ആയിക്കോട്ടെ, ചെറുകുടൽ വൻകുടൽ ഗ്രോത്ത് ആയിക്കോട്ടെ, യൂട്രസിന്റെ ട്യൂമറിന്റെ ആയിക്കോട്ടെ, എന്ത് സർജറി, ഏതിന്റെ സർജറി, വയറിനകത്ത്, അതായത് നമ്മൾ ഈ ഉദരഭാഗത്തിനകത്ത് ഏത് സർജറി ചെയ്യണമെങ്കിലും നമ്മൾ ഇതിലേത് ടെക്നിക്ക് യൂസ് ചെയ്താലും ചെയ്യുന്ന സർജറി സെയിം ആണ്, നീക്കം ചെയ്യുന്ന അവയവം സെയിം ആണ്. പക്ഷേ ഓപ്പൺ സർജറിയെക്കാളും കീഹോൾ സർജറിയും അതിലുപരി റോബോട്ടിക് സർജറിയിലേക്ക് നമ്മൾ വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ചെയ്യുന്ന സർജറിയുടെ പ്രിസിഷൻ കൂടുന്നുണ്ട്. അതനുസരിച്ച് രോഗിക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ് കൂടുന്നുണ്ട്. രോഗികളുടെ റിക്കവറി ഫാസ്റ്റ് ആവുന്നുണ്ട്. ട്യൂമർ റിമൂവൽ അഥവാ അപ്പൻഡിക്സിന് ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അപ്പൻഡിക്സ് ട്യൂമർ റിമൂവലും ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യുന്നതും കൂടുതൽ ക്രിട്ടിക്കലി നമ്മൾ അനലൈസ് ചെയ്ത് നമുക്ക് നല്ല പ്രിസൈസ് ആയിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പം അതാണ് റോബോട്ടിക് സർജറി, ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റോബോട്ടിക് സർജറിയുടെ ഏറ്റവും നല്ല ഒരു മെച്ചം എന്ന് പറയുന്നത്. ഈ റോബോട്ട് നിന്നിട്ട് ചെയ്യുന്ന സർജറിയാണോ? എല്ലാവരുടെയും സംശയം ഈ റോബോട്ടിക് സർജറി എന്ന് പറയുമ്പോൾ ഡോക്ടറിന്റെ കൂടെ ഒരു റോബോട്ടും കൂടെ കാണും എന്ന് വിചാരിക്കുന്ന ആൾക്കാർ ഉണ്ട്. എന്താണ് അതിനെക്കുറിച്ചൊന്ന് പറയാമോ? റോബോട്ട് കൂടെ നിൽക്കുകയോ റോബോട്ട് ചെയ്യുന്ന സർജറിയോ അല്ല റോബോട്ടിക് സർജറി എന്ന് പറയുന്നത്. ചെയ്യുന്നത് റോബോട്ടിനെ കൺട്രോൾ ചെയ്യുന്നത് സർജന്മാർ തന്നെയാണ്. അതായത് പുതിയ കാറുകൾ വന്നു, പുതിയ അഡ്വാൻസ്ഡ് കാര്യങ്ങളൊക്കെ വരുമ്പോഴും നമ്മളെല്ലാം നമ്മളുടെ കൺട്രോളിൽ തന്നെയാണെന്ന് പറയും പോലെ ഒരു റോബോട്ടിക് സർജറി നമ്മൾ റോബോട്ട് ചെയ്യുമ്പോൾ അതിന്റെ പൂർണ്ണ 100% അതിന്റെ കൺട്രോൾ മുഴുവൻ അതിന്റെ തൊട്ടടുത്ത് ഇരിക്കുന്ന സർജന്റെ കയ്യിൽ തന്നെയാണ്. അതേ റൂമില് അതേ ഒരു കൺസോളില് റോബോട്ട് അവിടെ നിന്ന് നമ്മൾ പേഷ്യന്റായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഓരോ മൂവ്മെന്റും സർജന്റെ കൺട്രോളിൽ തന്നെയാണ് അവിടെ നടക്കുന്നത്. ഓൺലി തിങ് ഈസ് സർജൻ തീർച്ചയായിട്ടും ഒരു മനുഷ്യനാണ്. അപ്പം റോബോട്ട് സർജന്റെ കുറവുകൾ, അതായത് ചെറിയ ട്രെമേഴ്സ് ആയാലും ഒരു പ്രിസിഷൻ ആയാലും നമ്മളെ നേക്കഡായി കൊണ്ട് കാണുന്നതിനേക്കാളും ഒക്കെ കൂടുതൽ പ്രിസിഷനോട് കൂടി അതൊരു 3D ക്യാമറയിലൂടെ നമ്മൾ അത്രയും ഒരു 10 20 ഇരട്ടി പ്രിസിഷനിൽ നമ്മൾ കാണുമ്പോൾ നമുക്ക് കൂടുതൽ പ്രിസൈസ് ആയിട്ട് ചെയ്യാൻ പറ്റും. അതാണ് റോബോട്ടിക് സർജറി ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഒന്നും തന്നെ റോബോട്ടിന്റെ ഇഷ്ടത്തിന് നമ്മൾ വിട്ടുകൊടുത്തല്ല റോബോട്ടിക് സർജറി ചെയ്യുന്നത്. ഡോക്ടർ, ഇപ്പൊ സർജറീസിന്റെ കാര്യം പറഞ്ഞു, പേഷ്യന്റിന് ഉണ്ടാവുന്ന ബെനിഫിറ്റ്സിന്റെ കാര്യങ്ങളും പറഞ്ഞു. അപ്പൊ അത് ഒന്നും കൂടി ഒന്ന് വ്യക്തമാക്കാവോ? ഏതൊക്കെ സർജറികൾ എങ്ങനെയൊക്കെയാണ് ബെനിഫിറ്റ് ആയിട്ട് പേഷ്യന്റിന് വരുന്നത്? നമുക്ക് ഒരു പരിധിവരെ കീഹോൾ സർജറി ചെയ്യുന്ന എല്ലാ സർജറികളും റോബോട്ടിക് സർജറി ചെയ്യാൻ പറ്റും. ഓർ റാദർ അതിനേക്കാളും നമുക്ക് കൂടുതൽ ആപ്ലിക്കേഷൻസ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് നമ്മൾ ഈ പ്രോസ്റ്റേറ്റിന്റെ സർജറിക്ക് കീഹോൾ സർജറി വെച്ച് ചെയ്യാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഈ റോബോട്ട് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഏത് ആഴത്തിൽ വരെ കയറി ചെന്ന് പ്രിസിഷനോട് കൂടി നമ്മൾ അതിന്റെ ഇപ്പം കീഹോൾ സർജറിയുടെ ഒരു ഇൻസ്ട്രുമെന്റ് എന്ന് വെച്ചാൽ നമുക്കൊരു മൂവ്മെന്റ് ഇങ്ങനെ ഒരു 180 ഡിഗ്രി മാത്രമേ ഉള്ളൂ, ഈ ഒരു മൂവ്മെന്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ റോബോട്ടിക് സർജറി ആകുമ്പോൾ നമ്മളൊരു റിസ്റ്റ് മൂവ് ചെയ്യുന്ന പോലെ ഒരു
12 ഡയറക്ഷനിലോ 16 ഡയറക്ഷനിലോ അത് മൂവ് ചെയ്യാനുള്ള ഒരു കഴിവ് അതിന്റെ റെസ്റ്റിനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് രീതിയിൽ നമുക്കൊരു സ്യൂച്ചർ എടുക്കണമെങ്കിലും ഒരു ടിഷ്യൂ പിടിക്കണമെങ്കിലും കീഹോൾ സർജറിയുടെ ലിമിറ്റേഷൻസിന് എല്ലാം അപ്പുറം റോബോട്ടിന് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് ആക്ച്വലി റോബോട്ടിക് സർജറിക്ക് കീഹോൾ സർജറിയെക്കാളും കൂടുതൽ ആപ്ലിക്കേഷൻസ് വരുന്നതായിട്ടാണ് കാണുന്നത്. അല്ല, ഇത് പേഷ്യന്റിന് എങ്ങനെയാണ് ബെനിഫിറ്റ്സ് കിട്ടുന്നത്? പേഷ്യന്റ് എങ്ങനെയാണ് റിക്കവറി കുറച്ച് നല്ലതാണെന്ന് പറയുന്നത്? നമ്മൾ കൂടുതൽ പ്രിസിഷനോട് കൂടെ ചെയ്യുമ്പോൾ അതനുസരിച്ചുള്ള ലീക്ക് റേറ്റ്, നമ്മളിപ്പം യൂറിൻ്റെ സർജറി ചെയ്താലും മോഷൻ്റെ സർജറി ചെയ്താലും കുടലിൻ്റെ സർജറി ചെയ്താലും ഒക്കെ നമ്മൾ അവിടെ ഉണ്ടാകുന്ന ലീക്കിനുള്ള ചാൻസസ് ആയാലും അതനുസരിച്ച് പേഷ്യൻ്റ് ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് ആയാലും തീർച്ചയായിട്ടും ഓപ്പൺ സർജറിയെക്കാളും റോബോട്ടിക് സർജറിയിൽ കുറഞ്ഞ് തന്നെ കാണും. കാരണം അവിടെ നമ്മൾ വളരെ ക്രിട്ടിക്കലി നമ്മൾ ഓരോരോ അണുക്കൾ, ഓരോരോ എന്താ പറയുക, ചെറിയ ഞരമ്പുകൾ പോലും കണ്ട് തന്നെയാണ് നമ്മളത് സർജറി ചെയ്യുന്നത്. അപ്പൊ നമുക്ക് സേഫ് ആയിട്ടുള്ള കാര്യങ്ങൾ, സേഫ് ആയിട്ട് മാറ്റി വെക്കുന്ന കാര്യങ്ങളും അവയവങ്ങളും ഒക്കെ മാറ്റി വെക്കുകയും ഓരോ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും അല്ലേ? കാണാം. എന്നിട്ട് നമ്മൾ ഓരോ നെർവും വെയിനും കണ്ട് പ്രിസർവ് ചെയ്ത് മാറ്റി വെക്കുക, കട്ട് ചെയ്യേണ്ടതിന് കട്ട് ചെയ്യുകയും എല്ലാം നമുക്ക് കുറെ കൂടെ പ്രിസിഷനോട് കൂടി ചെയ്യാൻ പറ്റും. ഒരു സാധനം, ഒരു ചെറിയൊരു ബാക്ടീരിയ കിടക്കുന്നത് നമുക്ക് അത്രയും ടൈപ്സ് മാഗ്നിഫൈഡ് ആയിട്ട് കണ്ട് നമുക്ക് അതിനെ കാണുമ്പോൾ നമുക്ക് അതിന്റെ വ്യത്യാസം നമുക്കുണ്ടല്ലോ. അപ്പൊ അങ്ങനെയാണ് കൂടുതലായിട്ട് നമുക്ക് യൂസ് വരുന്നത്. ഡോക്ടർ, ഇപ്പൊ ഈ റോബോട്ടിക് സർജറി ആണ് കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെ എക്സ്പെൻസ് കൂടുതലാണോ ബാക്കിയുള്ള സർജറീസിനെ നോക്കുമ്പോൾ? തീർച്ചയായിട്ടും റോബോട്ടിക് സർജറിക്ക് എക്സ്പെൻസ് കൂടുതൽ തന്നെയാണ്. കാരണം റോബോട്ടിക് സർജറി ഇൻവെസ്റ്റ്മെന്റ് തന്നെ നമ്മൾ കീഹോൾ സർജറി, ലാപ്രോസ്കോപ്പിക് സർജറി ഒക്കെ ലാക്സിൽ വരുന്നെങ്കിൽ അതിന്റെ റോബോട്ടിക് സർജറി ഒക്കെ ഇൻ ക്രോർസ് തന്നെയാണ് അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. അപ്പോൾ പെർ പേഷ്യന്റിന് വരുന്ന കൺസ്യൂമബിളും അതനുസരിച്ച് കൂടുതലാവും. ഓരോ പേഷ്യന്റിനും കൺസ്യൂമബിൾ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ കൺസ്യൂമബിളും കൂടുതലാവും. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ഈ കീഹോൾ സർജറിയിൽ ഒരു സർജറി ചെയ്യുന്നതിന്റെ ഓൾമോസ്റ്റ് ഡബിൾ ആയിട്ട് തന്നെ നമുക്കത് ആകും എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പൊ അതനുസരിച്ച് എക്സ്പെൻസ് കൂടും. പക്ഷെ അതിൻ്റെതായ ബെനിഫിറ്റ് പേഷ്യൻസിനുണ്ട്. പിന്നെ ഒരു പരിധി വരെ ഹോസ്പിറ്റൽസിലൊക്കെ ഇപ്പൊ നമുക്കത് ഇൻഷുറൻസ് കവേർഡും ആണ്. അപ്പോൾ പേഷ്യന്റിന് അധികം ബാധ്യത അല്ലെങ്കിൽ അതിന്റെ ഒരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ നമുക്കത് ചെയ്യാൻ സാധിക്കും. ഡോക്ടർ, പക്ഷേ എൻ്റെ ഒരു സംശയമാണ്, അതായത് ഇപ്പോൾ റോബോട്ടിക് സർജറി എന്ന് പറയുന്നത് അത്രയും ക്ലാരിറ്റിയിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സർജറിയാണെന്ന് പറഞ്ഞു. മാൻ പവർ വളരെ കുറവാണെന്നാണ് പറഞ്ഞത്. അതിനെന്തിനാണ് ഇത്രയും എക്സ്പെൻസ് വരുന്നത്? എനിക്ക് തോന്നുന്നു മറ്റതിനല്ലേ കുറച്ചുകൂടി എക്സ്പെൻസ് വരേണ്ടത്. മാൻ പവറിനെക്കാളും കൂടുതൽ ഞാൻ പറഞ്ഞല്ലോ, അത് ഓരോ പേഷ്യന്റ് എടുക്കുന്ന കൺസ്യൂമബിൾസ് എന്ന് പറഞ്ഞൊരു സംഭവം. അതായത് ഓരോ പേഷ്യന്റ് യൂസ് ചെയ്ത ഇൻസ്ട്രുമെന്റ്സ് നമുക്കത് ഡിസ്കാർഡ് ചെയ്യാനേ പറ്റുള്ളൂ. പിന്നെ അടുത്ത പേഷ്യന്റ് റീയൂസ് ചെയ്യാൻ പറ്റില്ല. ഇതെന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനം. ഓരോ ഇൻസ്ട്രുമെന്റ് മറ്റേ കീഹോൾ സർജറിയുടെ ഒക്കെ നമുക്ക് ഒരു 50-100 പേർക്ക് യൂസ് ചെയ്യാൻ, റീയൂസ് ചെയ്ത് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇത് അങ്ങനെയല്ല. നമുക്കൊരു നിശ്ചിത നമ്പർ കഴിഞ്ഞാൽ അത് ലോക്ക് ആവും, ഇൻസ്ട്രുമെന്റ് ലോക്ക് ആവും. അപ്പൊ നമുക്ക് കൂടുതൽ പേർക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോഴത്തെ ടെക്നോളജി ഒക്കെ അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ പെർ പേഷ്യന്റ് കൺസ്യൂമബിൾസ് കൂടും. ഇതിന് മാറാനുള്ള ചാൻസ് ഉണ്ടെന്നാണോ ഡോക്ടറിന്? ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും. ആദ്യം ഫോൺ ഇറങ്ങിയപ്പോ ഓരോ വർഷം ഓരോരോ പുതിയ ഫോണിന്റെ റേറ്റ്, ഫോണായാലും കാറായാലും റേറ്റിന്റെ ഒക്കെ കുറഞ്ഞല്ലേ വരുന്നതായിട്ട് കാണും. അപ്പൊ തീർച്ചയായിട്ടും ഒരു സമയം കഴിയുമ്പോൾ അത് തീർച്ചയായിട്ടും അഫോർഡബിൾ ആയിട്ട് തന്നെ വരും. അപ്പോൾ റോബോട്ടിക് സർജറിയെ കുറിച്ചുള്ള സംശയങ്ങൾ എനിക്ക് ഒരുവിധം വ്യക്തമായിട്ടുണ്ട്. എല്ലാവർക്കും പ്രോപ്പറായി വ്യക്തമായി കാണും എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബിലോ. ഡോക്ടറുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ കാണാം. നമസ്കാരം. താങ്ക് യു.